സോ നമ്മളൊരു കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പാർട്ട്ണറാണ് കാർഡ്സ് എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ കാർഡ്സ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതിൽ നിന്നാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ 78 ഇത്രയും കാർഡ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ എടുക്കാൻ പോവുകയാണ് ഇൻഡ്യൂട്ടീവ്ലി. കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. എന്താണ് നിങ്ങൾ പേഴ്സണിൻ്റെ കറൻറ്റ് ആയിട്ടുള്ളൊരു തോട്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു കാർഡാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കാർഡ്. ഓക്കെ, ദെൻ ഓക്കെ, ഈ ഒരു കാർഡ് എടുക്കാം. ഇന്ന് നമുക്കറിയാമല്ലോ 6 പോർട്ടലാണ്, ശനിദശയാണ്, മീൻസ് ശനി ജയന്തിയാണ്. എല്ലാവരും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നില്ലേ? ഓഫ്കോഴ്സ് ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് കാർഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഇനി സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് റീഡ് ചെയ്യാമെന്ന് വിചാരിക്കണം. ഓക്കെ, ഞാനതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, അപ്പം നമുക്ക് അറേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയ കാർഡ്സുകൾ ഇതൊക്കെയാണ്. നമുക്കത് റീഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ജെൻഡർ റോൾസ്. സോ അവർക്ക് എന്താണോ അവരുടെ ഇപ്പോഴത്തെ റോൾ, ഐ മീൻ എന്താ പറയുക, ഒരു മകൻ്റെ റോളോ അല്ലെങ്കിൽ ഹസ്ബൻഡ് റോളോ, ആ ഒരു റോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ഇപ്പോഴത്തെ റോൾസ്. മേ ബി കരിയറിലായിരിക്കാം, ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലാണ് അവർ ഫോക്കസ് ചെയ്തിട്ട് അവരതിൽ വർക്ക് ചെയ്യാണ്. ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മാസ്കുലിനും ഫെമിനിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഇവിടെ സെപ്പറേഷൻ പറയുന്നുണ്ട്. യെസ്, അറിയാം, കുറേ പേരൊക്കെ സെപ്പറേഷനിലാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് ആണ്, കണ്ടോ. അപ്പോൾ അതിൻ്റേതൊരു പെയിനും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിലത്തെ ഫീലിങ്സ് ആണ് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എ പ്രപ്പോസലിൻ്റെ ഒരു പ്രപ്പോസിങ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു തിരിഞ്ഞിട്ടാണ് വന്നത്. ഇൻവേഴ്സാണ് വന്നത്, പക്ഷേ ഇൻവേഴ്സ് എടുക്കുന്നില്ല. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ലൈക്ക് വന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒന്നുകൂടി പുതിയതായിട്ടുള്ള ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രപ്പോസിങ് കാണിക്കുന്നത്, കണ്ടില്ലേ. പിന്നെ ലുക്ക് ബിയോണ്ട് ഇല്യൂഷൻ എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3Dയിലാണ് കുറേ പേര് ഇരിക്കുന്നത്. സോ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണം. കുറച്ചും കൂടി നമ്മൾ അവരവരിൽ ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം 3D മെട്രിക്സിലാണ് ഇവർ. നമ്മൾ സൊസൈറ്റി കോൺഷ്യസ് ആണോ, അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഡിസിഷൻ എടുത്താൽ എന്താ അവർ ചിന്തിക്കും, അങ്ങനെ ഫുൾ അവർ മറ്റുള്ളവർ കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലുക്ക് ബിയോണ്ട് ഇല്യൂഷൻ എന്ന് പറയുന്നത് വെച്ചാൽ 3D വിട്ട് നിങ്ങൾ നിങ്ങളുടെ സെൽഫിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കാർഡ്. അതുപോലെ സെപ്പറേഷൻ്റെ താഴെ വന്നിട്ടുള്ള കാർഡാട്ടോ സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത്. സോ കുറേ പേരൊക്കെ രണ്ടാമതും ഒരു ചാൻസ് അത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ ചൂസ് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. സെക്കൻഡ് ചാൻസ് ചോദിച്ചു വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. യെസ്, പേഷ്യൻസ് എന്നൊരു കാർഡ് പറയുന്നുണ്ട്. ക്ഷമയോടെ ഇരിക്കാൻ പറയുന്നുണ്ട്. ഇന്ന വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ക്ഷമയോടെ ഇരിക്കുക. ബിക്കോസ് പേഷ്യൻസ് ആ ഒരു കപ്പിൽ വരുന്നത് നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വരാൻ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ഒരു പേഷ്യൻസ് കൂടി ഒരു ഇത് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു സമയം. അതുപോലെ തന്നെ റീച്ചിങ് ഔട്ട് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ കോൾ, മെസ്സേജ്, ഇമെയിൽ, എന്തെങ്കിലും രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. അതാണ് റീച്ചിങ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടില്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേഷനിലാണ്, ഒട്ടും കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കാര്യത്തിലുള്ളൊരു മെസ്സേജസോ അവരെ സംബന്ധിച്ചുള്ളൊരു മെസ്സേജസ് വരാം. റീച്ചിങ് ഔട്ട് മീൻസ് ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് സെക്കൻഡ് ചാൻസ് ചോദിച്ചിട്ടുണ്ടാവില്ലേ, സെക്കൻഡ് ചാൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആഗ്രഹമുണ്ട്. ആൻഡ് നമുക്ക് ബോട്ടം കിട്ടിയിട്ടുള്ളതും ഗെറ്റ് ടു നോ ഈച്ച് അതർ ആണ്. ലൈക്ക് അവർക്ക് തോന്നുന്നുണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ ഗെറ്റ് ടു നോ ഈച്ച് അതർ, കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അല്ലെങ്കിൽ മുന്നേ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ആൻഡ് കുറച്ച് നേരം കൊണ്ട് സ്പെൻഡ് ചെയ്യണം. ടോക്ക് അബൌട്ട് കുറച്ചുകൂടി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം. ഗെറ്റ് ടു നോ ഈച്ച് അതർ. കാരണം അതൊരു പ്ലാനറ്റ്സിൽ ഇത് രണ്ടുപേരും സംസാരിക്കുന്ന കാർഡാണ് കാണിക്കുന്നത്. സോ അതുപോലെ അവർക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അവർക്ക് സെപ്പറേഷൻ ഫേസിൽ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി കാർഡ്സ് നമുക്ക് നോക്കി നോക്കാം. വാവ്, യൂണിയൻ. ഇത് ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്സ് ആട്ടോ, ഞാൻ എടുത്ത് വെച്ച കാർഡ്സ് അല്ല. ഞാൻ ഇപ്പോൾ റീഡ് ചെയ്യുമ്പോൾ യൂണിയൻ്റെ എനർജി വരാറുണ്ട്. അപ്പോൾ ഇതും ഒരു യൂണിയൻ എനർജിയാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് സെപ്പറേഷൻ കഴിഞ്ഞു, എഗെയിൻ ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ പ്രപ്പോസൊക്കെ ചെയ്ത് ഒരു സെക്കൻഡ് ചാൻസ് ഒക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യൂണിയൻ എനർജീസ് ഉണ്ട്. കുറേ പേർക്ക് യൂണിയൻ എനർജി കാണിക്കുന്നുണ്ട്. കണ്ടോ, യൂണിയൻ കാർഡുണ്ട്. ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം. യെസ്, സോൾ കോൺട്രാക്ട്. അവർക്ക് അറിയാൻ പറ്റുന്ന ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഡിലേ ആയതും നിങ്ങളുമായിട്ട് എന്തൊരു എനർജി ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. യെസ്, റിലീസ് യുവർ പാസ്റ്റ്. കണ്ടോ, ഇന്ന് നമുക്കറിയാം ഈ ഒരു ഡേയുടെ സ്പെഷ്യാലിറ്റി കർമ്മ റിലീസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് പാസ്റ്റ് എന്ന് പറയുന്നത് കർമ്മ റിലീസ് ചെയ്യുക. എല്ലാവരും പറ്റുവാണെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. നമുക്ക് ഇന്നിരുന്നൊരു ലെറ്റർ എഴുതാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാർമികമായിട്ടുള്ളൊരു
ബാഗേജസ് ഉണ്ടെങ്കിൽ, ഇമോഷൻസ്, കരിയർ ബ്ലോക്ക്, ഫിനാൻസ് ബ്ലോക്ക്, റിലേഷൻഷിപ്പ് ബ്ലോക്ക്, അങ്ങനെ എന്തോ ഉണ്ടെങ്കിലും ലെറ്റർ എഴുതിയിട്ട് അത് ലെറ്റ് ഗോ ചെയ്യാൻ ഞാൻ ചെയ്തിരുന്നു. എഴുതി കത്തിച്ച് കളയുമ്പോൾ റിലീസ് യുവർ പാസ്റ്റ് ആണ്, ദാറ്റ് ഈസ് കംപ്ലീറ്റ് സറണ്ടർ ആണ്. ലാസ്റ്റായിട്ട് 2 കാർഡ്സ്, 3 കാർഡ്സ് വന്നു കേട്ടോ. യു വിൽ ഗെറ്റ് ത്രൂ ദോസ്, ദാറ്റ് മീൻസ് ഈ ഒരു ഫേസും കൂടി ചലഞ്ച് ഉണ്ടെങ്കിൽ അതും കടന്ന് പോകണം. 5Dയിൽ അവർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. യു വിൽ ഗെറ്റ് ത്രൂ ദിസ്, 2 പേരുമാണ് അല്ലേ കാണിക്കുന്നത്. അതുപോലെ യെസ്, ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. DFൻ്റെ ലൈഫിലാണെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വരാൻ ചാൻസസ് ഉണ്ട്. എല്ലാ രീതിയിലും ഒരു ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ഹൗസിലേക്ക് എൻ്റർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ ന്യൂ ബിഗിനിങ്സ് ആണ് കാണിക്കുന്നത്. ആൻഡ് ഫ്രീഡം, ഇത്ര നാളും നിങ്ങൾക്ക് ഫ്രീഡം ഒന്നും തരാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇനി ഒരു കുറച്ചും കൂടി ഫ്രീഡം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സസ് എടുക്കാനുള്ള ഒരു ചോയ്സ് തരുന്നുണ്ട്. യെസ്, അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അവർ കുറേ മാനിപ്പുലേഷനൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്, അതിൻ്റെ ഇതായിട്ടുള്ള കാരണം അവർ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നമുക്ക് കിട്ടിയത്. യെസ്, ന്യൂ ലവ്, കുറച്ച് പേർക്കൊക്കെ ന്യൂ ലവ് അല്ലെങ്കിൽ ഈ ഒരു എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ന്യൂ ലവ് പോലെ വരാൻ ചാൻസസ് കാണിക്കുന്നുണ്ട്. യെസ്, ഡിവൈൻ ടൈമിങ് ഇടയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതൊക്കെയാണ് കാർഡ്സ് കിട്ടിയിട്ടുള്ള യൂണിയൻ എനർജീസ് ഉണ്ട്. അവരവരുടെ ഇപ്പോഴത്തെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് എ മകൻ അല്ലെങ്കിൽ ആസ് എ ഹസ്ബൻഡ്, ആസ് എ ഒരു പാർട്ട്ണർ എന്ന രീതിയിലുള്ള റോൾസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെപ്പറേഷൻ്റെ പെയിൻ ഉണ്ട്, യൂണിയൻ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഫ്രീഡം, റിലീസ് യുവർ പാസ്റ്റ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരവരുടെ പാസ്റ്റിനെ റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ന്യൂ ബിഗിനിങ്സ് കാണിക്കുന്നുണ്ട്. യെസ്, നോക്കൂ, ന്യൂ ബിഗിനിങ്സ്, പുതിയതായിട്ടുള്ള ബിഗിനിങ് വരുന്നുണ്ട് ലൈഫിൽ. ഓക്കെ, ന്യൂ ലവ് ഒക്കെ ന്യൂ വരുന്നുണ്ട്. ആൻഡ് യു വിൽ ഗെറ്റ് ത്രൂ ദിസ് മീൻസ് ഈ ഒരു ചലഞ്ചസും കടന്നു പോകണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാർഡുണ്ട്, ഗെറ്റ് ടു നോ ഈച്ച് അതർ, ഇനിയും കൂടുതൽ നല്ലൊരു ഡീപ്പ് കോൺവെർസേഷൻസ് ഒക്കെ വരാൻ വളരെ ചാൻസ് കാണിക്കുന്നുണ്ട് ഈ ഒരു കാർഡ്സിൽ. സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. ആൻഡ് റീച്ചിങ് ഔട്ട്, കുറേ പേർക്ക് കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അവർക്ക് സോൾ കോൺട്രാക്ട് എന്ന വേർഡും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇതൊരു കോൺട്രാക്റ്റാണ്, കർമ്മയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ ഇതെന്തായാലും വിട്ടുപോകില്ല എന്നുള്ളൊരു തോട്ട് ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റീച്ചിങ് ഔട്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സെപ്പറേഷൻ ഉണ്ടെങ്കിൽ പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അവർ യൂണിയൻ കാർഡ്, അതുപോലെ റിലീസ് യുവർ പാസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ചാൻസ് ഉണ്ട്, ഇല്യൂഷൻ, ലുക്ക് ബിയോണ്ട് ഇല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3Dയിൽ നിന്നിട്ട് കാര്യമില്ല, അതൊരു ഇല്യൂഷൻ ആണെന്നും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ട് കൂടുതൽ അവരിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നൊക്കെയാണ് അവർ ആഗ്രഹം. ഇതൊക്കെയാണ് അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് വീഡിയോ കുറേ പേർക്ക് റെസനേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. യൂണിയൻ, സെക്കൻഡ് ചാൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി നമ്പറിൽ. ഓക്കെ, താങ്ക് യു.